ഇന്നത്തെ രണ്ട് സന്തോഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് കാണുന്നവർക്ക് ഇപ്പോൾ അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ലെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ മുല്ലച്ചെടിയിൽ ഇതേപോലെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 2-3 കൊമ്പിൽ മുട്ടുകൾ വന്നിട്ടുണ്ട്. ഒരു മുട്ട് ഇങ്ങനെ വെള്ള കളറായിട്ട് നിൽക്കുന്നുണ്ട്. ആ വെള്ള കളർ കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഈ മുല്ലച്ചെടി ഒരു വർഷമായിട്ട് ഇതിൽ പൂവൊന്നും ഉണ്ടായിരുന്നില്ല. പൂവ് മാത്രമല്ല, ഇലയും ഉണ്ടായിരുന്നില്ല കേട്ടോ. 1-2 പ്രാവശ്യം ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇതിൽ ഇലകളൊക്കെ നല്ല രീതിയിൽ വന്നു തുടങ്ങിയത്. ഇതേപോലത്തെ 2 ചെടിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു ചെടിയിൽ മാത്രമേ ഇപ്പം മുട്ടൊക്കെ വന്നിട്ടുള്ളൂ. അടുത്തതിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ നിറയെ മുട്ടും പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു 15 സെൻറ്റിമീറ്ററൊക്കെ നീളത്തിൽ ഒരു മാല കോർക്കാൻ പറ്റുന്ന അത്രയും പൂവൊക്കെ ഇതിൽ കിട്ടിയിരുന്നു കേട്ടോ, ഈ 2 ചെടിയിൽ നിന്നും കൂടെ. അപ്പോൾ പിന്നീട് പൂക്കളൊന്നും ഉണ്ടാവാതായപ്പോൾ ഞാനിത് എന്താ ഉണ്ടാവാത്തതെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഇലകളൊക്കെ വന്ന് നല്ല പച്ചപ്പൊക്കെ വന്നതിന് ശേഷം ഇതാ പൂവിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നല്ല രീതിയിൽ പൂവിടുന്നൊക്കെ വിചാരിക്കുന്നു. ഒരുപാട് പൂവുണ്ടായില്ലെങ്കിൽ ഇതേപോലെ 1-2 പൂവൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ തക്കാളി ചെടി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ കായൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഇലകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടിച്ച് കൊടുത്ത ഭാഗത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കിളിർപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ വലിയ കിളിർപ്പൊക്കെ വന്നിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ ഞാൻ ഇല പൊട്ടിക്കാത്ത ഭാഗത്ത് വരെ ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ മുള പോലെ വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതല്ലാട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. നമ്മൾ തക്കാളി ചെടിയിലും ഇതേ പൂവിടുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയതായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. കാറ്റടിച്ചിട്ട് ഇതൊക്കെ വീണതായിരുന്നു. ഞാനിത് സ്ട്രെയിറ്റ് ആക്കിയൊക്കെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടാണെന്നുണ്ടെങ്കിലും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഗുണം വരാൻ പോവുകയാണ്. അപ്പോൾ കായ്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ വേറെ വീഡിയോ ഇടാം കേട്ടോ. നല്ല രീതിയിൽ കായ്കൾ ഉണ്ടാവുമെന്നാണ് ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ നന്മകളാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ഗുണം നമുക്ക് എന്തായാലും നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടും.